3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ, അതായത് ആരോഗ്യ സർവകലാശാലയുടെയും കേരള സർവകലാശാലയുടെയും വൈസ് ചാൻസലറായ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, MG സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ജി മാവൂത്ത്, തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ CR പ്രസാദ് എന്നിവർ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് മുഖ്യാതിഥിയായുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമാക്കാനാണല്ലോ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഒക്കെ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നത്. ഇതാകട്ടെ പുതുമയുള്ളത് അല്ലതാനും ഒട്ടും പുതുമയുള്ളത് അല്ല. ഉദാഹരണത്തിന്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് വൈസ് ചാൻസലർമാർ പങ്കെടുത്ത ജ്ഞാനസഭ എറണാകുളത്ത് അമൃത വിശ്വവിദ്യാപീഠത്തിൽ നടന്നിരുന്നു. ശിക്ഷാ സംസ്കൃതി ഉത്ഥാന്യാസാണ് സംഘടിപ്പിച്ചത്. ഈ ജ്ഞാനസഭയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പ്രസംഗിച്ചിരുന്നു. കേരളത്തിലെ പല സർവകലാശാലകളുടേത് ഉൾപ്പെടെ വൈസ് ചാൻസലർമാർ അതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള പല സർവകലാശാലകളുടെയും പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വൈസ് ചാൻസലർമാരും രജിസ്ട്രാർമാരും ഡീൻമാരും പ്രൊഫസർമാരും ഒക്കെ പ്രതിനിധികളായി ഉണ്ടായിരുന്നു. അപ്പോഴും വിവാദമുണ്ടാക്കാനുള്ള തങ്ങളുടെ ശ്രമം ആദർശം കേവലം സംഘവിരോധമാണ് എന്ന കുറിപ്പ് പോക്കറ്റിലിട്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ അവരുടെ നാവായി തുടരുന്ന വലിയ വിഭാഗം മാധ്യമങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ കടുപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ RSS പരിപാടിയിൽ പങ്കെടുത്തതിന് വൈസ് ചാൻസലർമാർ മാപ്പ് പറയണം എന്നാണ്. വൈസ് ചാൻസലർമാരെ ചോദ്യം ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അർഹത, എന്ത് അധികാരം എന്നതാണ് പ്രധാന ചോദ്യം. പറവൂരിൽ RSS സംഘടിപ്പിച്ച ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷ ചടങ്ങിലും അതുപോലെ തന്നെ തൃശ്ശൂരിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പരിവാർ സംഘടനകളിൽപ്പെട്ട ഭാരതീയ വിചാരകേന്ദ്രത്തിന്റെ ഡയറക്ടറായിരുന്ന പരമേശ്വർജി എന്ന P പരമേശ്വരന്റെ പുസ്തക പ്രകാശന ചടങ്ങിലും ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള VD സതീശൻ എങ്ങനെ VC-മാർ RSS-ൽ പങ്കെടുക്കുന്നത് മോശമായി പോയി എന്ന് പറയും എന്നതാണ് അടുത്ത ചോദ്യം. VD സതീശന്റെ RSS ബന്ധത്തെ CPIM ചോദ്യം ചെയ്തപ്പോൾ സതീശനും സംഘവും പ്രതിരോധിച്ചത് 1977-ൽ പിണറായി വിജയൻ നിയമസഭയിലെത്തിയത് RSS പിന്തുണയോടെ അല്ലേ എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. RSS ബന്ധത്തെക്കുറിച്ച് CPIM-ഉം അതുപോലെ കോൺഗ്രസും പരസ്പരം ഉയർത്തുന്ന ആരോപണങ്ങൾ തന്നെ ഇരുപക്ഷത്തിന്റെയും കാപട്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ഒരു പ്രത്യേകത, സംസ്ഥാന രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിലും ഉണ്ടായ അനുകൂല സാഹചര്യം മുതലെടുത്ത് ചില ഇസ്ലാമിക വിഭാഗങ്ങളുടെ സംഘടനകൾ കൂടി ചൂട്ടുകത്തിച്ച് രംഗത്തുണ്ട് എന്നതാണ്. RSS അജണ്ട കോളേജുകൾ വഴി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുകയാണ് ലക്ഷ്യം എന്നൊക്കെയാണ് അത്തരക്കാരുടെ കണ്ടെത്തൽ. വിവിധ ക്ലാസ്സുകളിലെയും അതുപോലെ കോഴ്സുകളിലെയും ഒക്കെ സിലബസിൽ ആദ്യം പാശ്ചാത്യ ലോക കേന്ദ്രീകൃതമായ ചരിത്രവും പിന്നീട് അറബ് ലോക കേന്ദ്രീകൃത ചരിത്രവും കുത്തിത്തിരുകിയവരുടെ പരിദേവനവും ദുഃഖവും RSS എത്തി യഥാർത്ഥ രാഷ്ട്ര ചരിത്രമെങ്ങാനും പഠിപ്പിച്ചാലോ എന്നതാണ്. സർവകലാശാലകളുടെ നിഷ്പക്ഷത നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നതാണ് RSS-ന്റെയും BJP-യുടെയും മാത്രമല്ല സംസ്ഥാന ഭരണത്തലവനായ ഗവർണറുടെയും സാന്നിധ്യം കൊണ്ട് സംഭവിക്കുക എന്നതാണ് മറ്റൊരു വിചിത്രമായ കണ്ടെത്തൽ. സർവകലാശാല ഭരണത്തിൽ നാളിതുവരെ സമത്വ സുന്ദര കേരളത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന പ്രതീതിയാണ് ഇടതും വലതും മതവും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. വ്യാജ ചരിത്ര നിർമ്മിതി നടത്താൻ ഇത്തരക്കാരെ പോലെ ആർക്കും കഴിയില്ല എന്ന് കേരളത്തിനല്ലേ ഏറ്റവും നന്നായി അറിയുക. APJ അബ്ദുൽ കലാം കേരള സാങ്കേതിക സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചറിയ P ഐസക് ആയിരുന്നു. തന്റെ ടെനുവർ അല്ലെങ്കിൽ കാലാവധി തീരും മുൻപ് VC പദവിയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. 2017-ലായിരുന്നു അദ്ദേഹത്തിന്റെ രാജി. അന്ന് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ അസഹനീയമാണ് എന്നായിരുന്നു. വേണ്ടപ്പെട്ടവരെ ഭരണതലത്തിൽ നിയമിക്കുന്നതിനു വേണ്ടി തിരികെ കയറ്റുന്നതിനു വേണ്ടി യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് തിരുത്തുക പോലും ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടു. ഡീൻ പോലുള്ള പദവികളിൽ ആൾക്കാരെ നിയമിക്കുമ്പോൾ തന്നെ അറിയിച്ചതേ ഇല്ലെന്നായിരുന്നു VC-യുടെ മറ്റൊരു പരാതി. വിദ്യാർത്ഥികളുടെ അക്കാദമിക കാര്യങ്ങൾ സംബന്ധിച്ച് താൻ കൈക്കൊണ്ട തീരുമാനങ്ങൾ പോലും അട്ടിമറിച്ചു. ഭരണ അക്കാദമിക രംഗങ്ങളിൽ VC-യെ കൂച്ചുവിലങ്ങിട്ടു എന്ന് ചുരുക്കം. ഇടതുപക്ഷ കോളേജ് അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ സർവകലാശാലയെ മികവിന്റെ പാതയിലേക്ക് നയിക്കാനുള്ള തന്റെ ഓരോ ശ്രമങ്ങളുടെയും കടക്കൽ കത്തിവെച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സമരങ്ങളും റാലികളും ഒക്കെ ക്യാമ്പസിൽ പതിവാക്കിയെന്നും അതുവഴി
താൻ അതിനെയൊക്കെ നേരിട്ട് മടുത്ത് രാജിവെച്ചൊഴിഞ്ഞു എന്നും ഡോക്ടർ പുഞ്ചിറിയ പി ഐസക് മാധ്യമങ്ങൾക്ക് മുന്നിൽ പലതവണ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി MG സർവകലാശാല രജിസ്ട്രാറായിരുന്ന MR ഉണ്ണി തന്നോട് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ എത്രത്തോളം അവജ്ഞയോടെയാണ് പെരുമാറിയിരുന്നത് എന്ന് വെളിപ്പെടുത്തിയിരുന്നു. മന്ത്രിയും അനുചരന്മാരും പല ആവശ്യങ്ങൾക്കും തന്നെ വിളിക്കുമായിരുന്നു. അവയിൽ ചിലതിനൊക്കെ വഴങ്ങാഞ്ഞതിന് അല്ലെങ്കിൽ അംഗീകരിക്കാഞ്ഞതിന് തന്നോട് അനിഷ്ടമായി ജലീലിന് മുന്നേ മന്ത്രിയായിരുന്ന C രവീന്ദ്രനാഥ് നിർദ്ദേശിച്ചത് പ്രകാരം ലഹരി മരുന്നിനെതിരെയുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ട് ഹ്രസ്വചിത്രം നിർമ്മിച്ചിരുന്നു. എന്നാൽ അത് പ്രകാശിപ്പിക്കാൻ പോലും ജലീൽ തയ്യാറായില്ല എന്നൊക്കെയായിരുന്നു പരാതി. പിന്നീട് പ്രകാശനത്തിന് സമ്മതിച്ചെങ്കിലും തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞു എന്നും പരാതി ഉയർത്തിയിരുന്നു. ഇനി സർവകലാശാലകളിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇടപെടുന്നതിനെ കുറിച്ചാണെങ്കിൽ അതിന് പിന്നിലും ചരിത്രമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിരിക്കെ അദ്ദേഹം മന്ത്രിമാരും ഭരണപക്ഷവും സർവകലാശാല നടത്തിപ്പിൽ അനാവശ്യമായി വലിയ തോതിൽ ഇടപെടുന്നതായി ചൂണ്ടിക്കാണിച്ച് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തെഴുതിയിരുന്നു. തുടർന്ന് താൻ ചാൻസലർ പദവി ഒഴിയാമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ അത് ചെയ്യരുത്, ചാൻസലർ പദവി ഒഴിയരുത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതേസമയം ഒരു വൈസ് ചാൻസലർ സ്ഥാനത്തുള്ള ഗവർണറെ കണ്ട് ചർച്ച നടത്തിയത് സർക്കാരിന് ദഹിച്ചതുമില്ല. എന്തിനാണ് വൈസ് ചാൻസലറെ കണ്ടത് എന്ന് അന്വേഷിക്കാൻ വ്യഗ്രത കാട്ടുകയും വളഞ്ഞ വഴി പലത് തേടുകയും ചെയ്ത സർക്കാരായിരുന്നു പിണറായിയുടേത്. മറ്റൊരു ആരോപണം വൈസ് ചാൻസലർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങൾ തുടങ്ങിയവരെ നിയമിക്കുന്നതിൽ ഗവർണർ ഇടപെടുന്നു എന്നത് സംബന്ധിച്ചാണ്. ഗവർണർ നേരിട്ട് നിയമനം നടത്തുന്നത് ശരിയല്ല, എല്ലാം സർക്കാർ വഴി വേണം എന്ന ആവശ്യവുമായി പിണറായി സർക്കാർ കോടതികൾ പലത് കയറി ഇറങ്ങിയിരുന്നു എന്നോർക്കണം. എന്നാൽ കോടതികൾ നിയമം വ്യാഖ്യാനിച്ച് പറഞ്ഞത് ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ ഉത്തമ ബോധ്യത്തോടുകൂടി വേണം ഓരോ പദവിയിലേക്കും ആൾക്കാരെ നിയോഗിക്കുന്നത് എന്നാണ്. ഈ രീതി പിൻപറ്റിക്കൊണ്ട് ഇനി അങ്ങോട്ട് താൻ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ താൻ യൂണിവേഴ്സിറ്റിയുടെ ഇത്തരം ബോഡികളിൽ ആൾക്കാരെ നിയോഗിക്കുന്നത് തൻ്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന കർശന നിലപാട് ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന നിലയിൽ കൈക്കൊണ്ടു. തുടർന്ന് അദ്ദേഹം വിവിധ സർവകലാശാലകളിലേക്ക് അതത് മേഖലകളിൽ പ്രാവീണ്യമുള്ള, അനുഭവ പരിചയമുള്ള, അറിവുള്ള വ്യക്തികളെ നിയോഗിക്കുന്ന രീതിയിലേക്ക് മാറി. ഇതിന്റെ തുടർച്ചയാണ് അദ്ദേഹത്തിന് ശേഷം വന്ന രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എന്ന ഇപ്പോഴത്തെ ചാൻസലറും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ വിവിധ അധികാര സമിതികളിൽ അതുപോലെ വൈസ് ചാൻസലർ പദവിയിൽ ഒക്കെ ചാൻസലർ നിയമനം നടത്തുന്നു എന്നത് കേരളത്തിൽ ഇന്നൊരു തുടർച്ചയാണ്, ഒരു പുതിയ കാര്യമല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം MG യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ G മാവൂത്തിനെ വൈസ് ചാൻസലറായി നിയമിച്ചത്, അതുപോലെ സെനറ്റ് അംഗങ്ങളെ ചാൻസലർ നേരിട്ട് കണ്ടെത്തി നിയോഗിച്ചതും ഒക്കെ വലിയ തോതിൽ ഇപ്പോഴും വിമർശിക്കപ്പെടുകയാണ്. ഈ വിമർശനം ഓരോ സർവകലാശാലയിലും, നേരത്തെ മറ്റ് പല സർവകലാശാലകളിലും ഇതുപോലെ ചാൻസലർ നിയോഗിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇത് വിവാദമുണ്ടാക്കാൻ ഇടത് വലത് മുന്നണികളും അതുപോലെ തന്നെ അവർക്ക് കുഴലൂത്ത് നടത്തുന്ന മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എന്ന ലാവണത്തിലുള്ള പിടി നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ഇടതുപക്ഷം ഇത്തരത്തിൽ ചാൻസലർക്കെതിരെ വലിയ തോതിൽ ശബ്ദം ഉയർത്തി മുന്നോട്ട് വരുന്നത്, സമരവും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അവരുടെ വഴിയിൽ തന്നെ നീങ്ങുക, അവരുടെ വാൽ പിടിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് UDF രീതി. അതുകൊണ്ടാണ് UDF ഇപ്പോഴും തങ്ങളുടെ ആവനാഴിയിൽ ബാക്കിയുള്ള അസ്ത്രങ്ങളൊന്നും ലക്ഷ്യവേദിയല്ല എന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ചാൻസലറെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ ദേശീയതയുടെ ശബ്ദത്തെ ലക്ഷ്യമിട്ട് ഇപ്പോൾ വീണ്ടും വീണ്ടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരം അസ്ത്രങ്ങളൊന്നും ലക്ഷ്യസ്ഥാനത്ത് കൊള്ളാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഭാരതത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ എന്നതുപോലെ ദേശീയതയുടെ ശബ്ദം കനം വെക്കുകയാണ്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതൊക്കെ കോണിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായാലും അത്തരം എതിർപ്പുകളെ ദേശീയ ശക്തികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കുന്നതിന് പറ്റുന്ന രീതിയിലുള്ള ജനബന്ധം സ്ഥാപിച്ചുകൊണ്ട്, ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതിയായിരിക്കും ദേശീയ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള ഔന്നത്യത്തിലേക്കും തുടർന്ന് മറ്റ് മേഖലകളിലെ മികവിലേക്കും കടന്നു കയറുകയും കേരളത്തിന് നല്ലൊരു ഭാവി പ്രദാനം ചെയ്യുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുക.